ഇന്ന് ഞങ്ങളെ കുറച്ചധികം യൂസർ കാറുകൾ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഞാനപ്പോൾ നമ്മുടെ ട്രൂ വാലിയിലാണുള്ളത്. നമ്മുടെ കോഴിക്കോട് വെസ്റ്റിൽ കനകാലയ ബാങ്കിലുള്ള ഇൻഡസ് മോട്ടോഴ്സിന്റെ ട്രൂ വാലിയിൽ. അപ്പം നമ്മുടെ ടീം ലീഡർ നമ്മളെ കൂടെ ഉണ്ട്. ബ്രോ പേരെന്താണ്? അഭിരാം. ഞാൻ ആദ്യം ഓഫർ ഉണ്ടോ? ഓഫേഴ്സേ ഉള്ളൂ. നമുക്ക് ഈ വരുന്ന 2 മാസങ്ങളായിട്ട് മൺസൂർ ഓഫേഴ്സ് എന്ന് പറഞ്ഞൊരു സ്കീം ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഒരുവിധപ്പെട്ട എല്ലാ വണ്ടികൾക്കും നമുക്കൊരു 1 lakh മുതൽ വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1 ലക്ഷം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പൊ എല്ലാ വണ്ടികളും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൂടാതെ നമുക്ക് എല്ലാ ബുക്കിംഗ് വണ്ടികളും 5000 ആക്സസറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ട്രൂ വാലിന്റെ വണ്ടിയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അധികം ചെക്കിങ്ങൾ വേണ്ടില്ലേ? അതെ, വണ്ടിയിൽ എപ്പോഴും പക്കയായിരിക്കും. നമ്മൾ ആഫ്റ്റർ റീഫർബിഷ്മെന്റ് ആണ് വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യുക. അതുകൂടാതെ തന്നെ 18ന്റെ മുകളിലേക്കുള്ള വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് 6 months to 1 year വരെ വാറന്റി ഉണ്ട്. കൂടാതെ 3 ഫ്രീ സർവീസ് ആഫ്റ്റർ ഡെലിവറി ഉണ്ട്. സർവീസ് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ സർവീസ് ഉണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഒരുപാട് വണ്ടികൾ ഞാൻ കാണുന്നത് ഇവിടെ. നല്ല വണ്ടികളല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. ആൾട്ടോ ഏതാണ് ബ്രോ മോഡൽ? ഇത് 2008 മോഡലാണ്. 8 ആണല്ലേ? 2008 1 lakhന്റെ പുറത്ത് വണ്ടി ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ് വണ്ടി. സിംഗിൾ ഓണർ ആണ്. 1 lakh ആണ് ആസ്കിംഗ് പ്രൈസ്. 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ. അപ്പൊ 1 ലക്ഷം രൂപക്ക് ആൾട്ടോ കേട്ടോ. 2009 ആകുമ്പോൾ ഇനിയിപ്പോ റിന്യൂവൽ ആയാണോ? 2008 റിന്യൂവൽ എടുത്തതാ. 2008 ആണ് വണ്ടി. 8 ആണല്ലേ? അപ്പൊ റിന്യൂവൽ എടുത്ത വണ്ടിയാണ്. 2028 വരെ പേപ്പർ ഇപ്പൊ നിലവിൽ അവൈലബിൾ ആണ്. വേറെ തട്ടമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? തട്ടുമുട്ടും ഇതിന്റെ റീപ്ലേസ് ഉണ്ട്. അതായത് ബോണറ്റ് റീപ്ലേസ് ആണ്, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ്, ഡിക്കി റീപ്ലേസ് ആണ്. റീപ്ലേസ് ഉണ്ട്. അപ്പൊ ഡിക്കി റീപ്ലേസ് ആണ്, ഫ്രണ്ട് ഗ്ലാസ് മാറെടുക്കുന്നത്, അതുപോലെ ബോണറ്റ് റീപ്ലേസ്. അപ്പൊ 1 ലക്ഷം രൂപക്ക് വണ്ടിന്റെ കണ്ടീഷൻ ഇതാണ്. ബാക്കി നീറ്റല്ല വണ്ടി. എഞ്ചിനൊക്കെ പക്കാണ്. എഞ്ചിൻ പരമായിട്ടൊന്നും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. റൈറ്റ് നമുക്ക് ആവശ്യമുള്ളല്ലേ? നോക്കിയിട്ട് ചെയ്യാം. ഒരു 80 കിട്ടുമോ? അതല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും അപ്പൊ ഒരു 80-85 നമുക്ക് നോക്കാം. ബ്രോ ഇത് 2011 മോഡലാണ് വണ്ടി. 11 മോഡൽ. അതായത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. എത്ര ഓടിയുണ്ട്? 93,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 93,000 കിലോമീറ്റർ വണ്ടി ഓടിയത്. 1.30 ആണ് ചോദ്യം. ആസ്കിംഗ് പ്രൈസ് 1.30 ആണ്. 1.30 പറയില്ല, ചെറിയ രീതിയിലൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ആസ്കിംഗ് പ്രൈസ് ആണ് 1.30 കേട്ടോ. വണ്ടിക്ക് വേറെ തട്ടാമുട്ടോ കാര്യങ്ങളൊന്നും? വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റ് ഒന്നും. KL 60 വരുന്ന വണ്ടി കേട്ടോ. ടയേഴ്സ് ഒക്കെ ആണെങ്കിൽ ആവറേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 1.30 അല്ലേ? 1.30 ആണ്. LXC ആണ് വേരിയന്റ് വരുന്നത്. എക്സ്പ്രസ് ഏതാണ് ബ്രോ? ഇത് 2020 മോഡലാണ്. സിംഗിൾ ഓണർ ആണ്. VXI ആണ് വേരിയന്റ് വരുന്നത്. VXI ആണ്. വെറും 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 45,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. അതായത് ട്രൂ വാല്യൂ കാറ്റഗറി വണ്ടിയാണ്. 6 month വാറന്റി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. 6 മാസം വാറന്റി, 6 month വാറന്റി, 3 ഫ്രീ സർവീസ്. സിംഗിൾ ഓണർ ആണ്. തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ട്രൂ വാല്യൂ കാറ്റഗറി വണ്ടിയാണ്. അപ്പോൾ ഫുൾ ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് കേട്ടോ. റേറ്റ് എങ്ങനെയായിരുന്നു? 3.90 ആണ് ആസ്കിംഗ് പ്രൈസ്. നമ്മുടെ ഏകദേശം ഫൈനൽ റേറ്റ് എത്ര വരും? ഫൈനൽ ഏകദേശം നമുക്ക് മാക്സിമം കസ്റ്റമർ അനുസരിച്ച് നോക്കിയിട്ട് വന്ന് സംസാരിക്കാം. ഈ റേറ്റ് നെഗോഷ്യബിൾ ആണ്. ആണ്. വണ്ടിന്റെ കണ്ടീഷൻ ഇതാണ്. അത്യാവശ്യം നീറ്റാട്ടോ. മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ലോൺ നമുക്ക് എത്ര 90% ഒക്കെ ലോൺ മാക്സിമം 90% ലോൺ കയറില്ലേ? പ്രൊഫൈൽ അനുസരിച്ച് ലോണും കാര്യങ്ങളൊക്കെ ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. എങ്ങനെയാണ് ഗ്രാൻഡ് വിറ്റാര ബ്രോ? ഇത് 2023 വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. ഫുൾ ഓപ്ഷൻ, അതായത് ആൽഫ ആണ്. ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. ആൽഫയാണ് വേരിയന്റ് വരുന്നത്. സൺറൂഫ്, അലോയ് കാര്യങ്ങളൊക്കെ വരുന്ന ക്യാമറ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നമുക്കപ്പോ വാറന്റിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വാറന്റിന്റെ കാര്യം, അതായത് നിലവിൽ എക്സ്റ്റൻഡ് വാറന്റി 2028 വരെ എക്സ്റ്റൻഡ് വാറന്റി അവൈലബിൾ ആണ് വണ്ടിക്ക്. അപ്പൊ അത് കൂടാതെ പ്ലസ് 1 year ട്രൂ വാല്യൂന്റെ വാറന്റി ഉള്ളതാണ്. ട്രൂ വാല്യൂ വാറന്റി ഉണ്ട്. 2029 വരെ വാറന്റി നിലവിൽ അവൈലബിൾ ആണ്. സൺറൂഫ് ഓപ്പൺ ആവാൻ സെറ്റ് സംഭവമാണല്ലേ? സൺറൂഫ് ഫുള്ളായിട്ട് ഏകദേശം ഓപ്പൺ ആവുന്നുണ്ട്. അപ്പൊ റൈറ്റിന്റെ കാര്യം എങ്ങനെയാണ്? റൈറ്റ് 15 ലക്ഷമാണ് ആസ്കിംഗ് പ്രൈസ്. പിന്നെ അത് കൂടാതെ 3 ഫ്രീ സർവീസും അവൈലബിൾ ആണ്. നമ്മുടെ അതായത് ഇൻഡസിന്റെ തന്നെ ആവണമെന്നില്ല, മാരുതിയുടെ ഏത് ഡീലർഷിപ്പ് പോയാലും സർവീസ് ഓൾ ഇന്ത്യ ലെവലിൽ സർവീസ് അവൈലബിൾ ആണ്. കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 21,000. 21,000 വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. സിംഗിൾ ഓണർ ആണ്.
ഷോറൂം കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഷോറൂം കണ്ടീഷൻ തന്നെ. വണ്ടി തരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതിലും കുറച്ചും കൂടി അടിപൊളിയാക്കിയിട്ടാണ് വണ്ടി തരാണ്. നിലവില് എന്താ പറയാ, ഇന്റീരിയർ എക്സ്റ്റീരിയർ പോളിഷിങ്, വാഷിംഗ്, ജനറൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി നീറ്റ് ആക്കിയിട്ട് വണ്ടി തരാം. ഷോറൂം കണ്ടീഷൻ ലെവലിൽ തന്നെയാണ് വണ്ടി തരാം. പിന്നെ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വേറെ റീപ്ലേന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. ഏതാ മോഡൽ ആൾട്ടോ? ഇത് 2018. 2018 നമ്പർ എന്നാ നല്ല രസമുണ്ടല്ലോ, KL56T91. സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ 57,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 57,000 കിലോമീറ്റർ. എന്തെങ്കിലും റീപ്ലേസ് ഇതിന്റെ ബോണറ്റ് റീപ്ലേസ് ആണ്. ചെറിയൊരു ഡെന്റ് ഉണ്ടായിട്ട് ഞങ്ങൾ തന്നെ ഇവിടുന്ന് മാറ്റിയതാണ്. കമ്പനി വന്നതിന് ശേഷം ഞങ്ങൾ മാറ്റിയതാണ്. ചെറിയൊരു ഡെന്റ് ഉണ്ടായിട്ട്. അല്ല, ട്രൂ വാല്യൂ കാറ്റഗറി അല്ല, മന്ത് ബാക്കോട്ട് ആയതുകൊണ്ട്. ഇതിന് ബോണറ്റ് ആണ് റീപ്ലേസ് ചെയ്തത്. ഞങ്ങൾ തന്നെ ചെയ്തത്. ഇവിടെ തന്നെ നടക്കരുത് വണ്ടിയാണ്. 280 ആണ് ആസ്കിംഗ് പ്രൈസ്. 2,80,000. 280 റേറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, നെഗോഷ്യബിൾ ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെ വെച്ചാൽ തീരുമാനം എടുക്കുക കേട്ടോ. വണ്ടി നല്ല നീറ്റാണ്. വേറെ ആർക്കും നിർത്തിയില്ലല്ലോ വണ്ടിക്കില്ല. എഞ്ചിൻ പരമായിട്ടൊക്കെ ഓക്കെ അല്ലേ? എഞ്ചിൻ പരമൊക്കെ ഓക്കെ. ഷിഫ്റ്റ് എങ്ങനെയാണ് ബ്രോ? 2021 മോഡലാണ്. 21 ആണല്ലേ? സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണറാണ്. വെറും 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ. ട്രൂ വാല്യൂ കാറ്റഗറി വണ്ടിയാണ്. 6 മന്ത് വാറന്റി ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട് അല്ലേ? കണ്ടീഷൻ അല്ലേ വണ്ടി? വണ്ടി കണ്ടീഷൻ. റീപ്ലേസും കാര്യമൊന്നുമില്ല. 6.5 ആണ് ആസ്കിംഗ് പ്രൈസ്. 6,50,000. 6.5 ചോദിക്കുന്നത്. റേറ്റ് പറഞ്ഞ പോലെ തന്നെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വന്ന് നോക്കുക. ഇതാട്ടോ വണ്ടിന്റെ കണ്ടീഷൻ വരുന്നത്. അത്യാവശ്യം നീറ്റാട്ടോ വണ്ടി. വെറും 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. 50,000 ആകെ ഓടിയുള്ള വണ്ടി. ഹിസ്റ്ററിയിലല്ലോ വണ്ടി? ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. നമുക്കപ്പോൾ 6 മാസം വാറണ്ടി വരാം. 6 മാസത്തെ വാറണ്ടി. എഞ്ചിന്, സ്റ്റിയറിംഗ് ബോക്സ്, ഗിയർ ബോക്സ്, AC കംപ്രസർ, സംഭവിക്കാത്ത പാർട്സിനൊക്കെ റീപ്ലേസ്മെന്റ് വാറന്റിയാണ് മാരുതി തരുന്നത്. അത് കൂടാതെ 3 ഫ്രീ സർവീസും. 3 ഫ്രീ സർവീസ് ഉണ്ടോ അല്ലേ? അതായത് ഓൾ ഇന്ത്യ ലെവലിൽ ഏത് മാരുതിന്റെ ഡീലർഷിപ്പിൽ സർവീസ് ചെയ്യാവുന്നതാണ്. 2018. 2018 അതായത് ഡീസൽ വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് 2018 മോഡൽ. എത്ര ഓടിയ വണ്ടി? ഇത് 84,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 84,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർ ആണ്. 86,000 കിലോമീറ്റർ. നീറ്റാണ് കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ. അതായത് ഡീസൽ വണ്ടി ലാസ്റ്റ് 2018 ഡീസൽ വണ്ടി. 2018 ആ ഒരു ഇതിലോട് വണ്ടി നിർത്തിയിട്ടുണ്ട്. ആ ഒരു ടൈമിലുള്ള ഒരു വണ്ടിയാണ്. ലാസ്റ്റിലേക്ക് ഇറങ്ങിയ വണ്ടിയാണ്. ലാസ്റ്റിലേക്ക് ഇറങ്ങിയ ഒരു വണ്ടിയാണ്. KL01 വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ആണ്. ഡിസയർ ഏതാ മോഡല്? ഇത് ഡിസയർ VXi 2017 ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക്. 2017 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 67,000 കിലോമീറ്റർ ആണ് ഓടിയത്. സിംഗിൾ ഓണർ ആണ്. വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർ. 590 ആണ് ആസ്കിംഗ് പ്രൈസ്. കുറയില്ലേ? റൈറ്റ് നിങ്ങൾ അവർ പറഞ്ഞ് നോക്കുക. വേണ്ട, വണ്ടി വന്ന് കാണുക. ഇഷ്ടപ്പെട്ടാല് ബാക്കി അന്നേരം നോക്കാം നമുക്ക്. നല്ല ഇന്റീരിയറിലൊക്കെ നല്ല നീറ്റാട്ടോ. ഏതാ മോഡൽ ബ്രോ? വാഗണർ 2011 ആണ്. 2011 LXi ആണ്. LXi വരുന്നതാണ്. എത്ര ഓടി ഉണ്ടാവും? സിംഗിൾ ഓണർ ആണ്. 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 74,000 കിലോമീറ്റർ വാഗണർ. നീറ്റല്ല വണ്ടി? വണ്ടി നീറ്റ് വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളെന്തുണ്ടോ? റീപ്ലേസും കാര്യമൊന്നുമില്ല. 220 ആണ് ആസ്കിംഗ് പ്രൈസ്. നമുക്ക് 2 രൂപ കിട്ടുന്ന വിചാരിക്കും. റീപ്ലേസും കാര്യമൊന്നുമില്ല. നീറ്റാണ് വണ്ടി. വണ്ടിയാണ്. ഇപ്പൊ അടുത്ത ഇയർ റിന്യൂവൽ വരും. അടുത്ത വർഷം റിന്യൂവൽ വരുന്ന വണ്ടിയാണ്. വണ്ടി നല്ല വണ്ടിയാ. ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വണ്ടി ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് ഞാൻ റിന്യൂവൽ പോളിഷ് ഒക്കെ ചെയ്ത വണ്ടി നീറ്റ് വണ്ടി. റിന്യൂവൽ കയറ്റും ചെയ്യാം. ഇയോൺ എങ്ങനെയാണ് ബ്രോ? ഇത് ഇയോൺ 2015 ആണ്. ഇയോൺ എറയിൽ വരുന്നതാണ്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 85 അല്ലേ? 190 ആണ് ആസ്കിംഗ് പ്രൈസ്. 1,90,000 ആണ് ചോദിക്കുന്ന വണ്ടിക്ക്. നീറ്റല്ല വണ്ടി? വണ്ടി നീറ്റ് വണ്ടിയാ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എർട്ടിഗ ഏതാ മോഡല്? ഇത് 2018 ആണ്. VXi ആണ്. VXi വരുന്നതാണ്. 41,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 41,000. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഒരു 740 ആണ്
ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 7,40,000 രൂപ ആയിട്ട്. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടി. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസും കാര്യമൊന്നുമില്ല. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം പ്രീമിയം യൂസ് ആണ് ഇപ്പൊ യൂസ് ചെയ്തത് ആദ്യമുള്ള കസ്റ്റമർ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത് വേറെ പെയിന്റ് ടച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. ടച്ചും കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോ വണ്ടി തരുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് വാഷിംഗ് പോളിഷിംഗ് ഒക്കെ ചെയ്ത് വണ്ടി നീറ്റ് ആക്കിയിട്ട് വണ്ടി തരുള്ളൂ. ബ്രോ എങ്ങനെയാണ് സൂപ്പർ കാരി? ഇത് 2019 ആണ്. സിംഗിൾ ഓണർഷിപ്പ് 55,000 ഓടി വണ്ടി. 55,000 കിലോമീറ്റർ ഓടിയാണ്. സിംഗിൾ ഓണറിൽ ഒന്ന് വണ്ടി കേട്ടോ. അതെ. സൂപ്പർ കാരി നീറ്റല്ല വണ്ടി. അതെ. എങ്ങനെയാ റൈറ്റ് വരുന്നത് ബ്രോ? ഇത് 270 ആണ് ആസ്കിങ് വരുന്നത്. റൈറ്റ് നെഗോഷ്യബിൾ ആണ്. റൈറ്റ് നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാം. 2,70,000 ചോദിക്കുന്ന വണ്ടിക്ക്. ബ്രോ എങ്ങനെയാണ് എർട്ടിക എങ്ങനെയാണ്? ഇത് 2019 ZXi ആണ്. ZXi ആണ്. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ 2019 എർട്ടിക. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 64,000 ഓടിയത്. 64,000 കിലോമീറ്റർ ഓടിക്കുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് പിന്നെ വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നീറ്റ് ആണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നും. ഇത് ഹൈബ്രിഡ് അല്ലേ? അതെ, ഹൈബ്രിഡ് ആണ്. അപ്പൊ മൈലേജ് കുറച്ചുകൂടെ കിട്ടും. വേറെ തട്ടാമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വാറന്റി കാര്യം എങ്ങനെയാണ്? വാറന്റി വരുന്നത് നമുക്ക് 6 മാസം വാറന്റി ഉണ്ടാവും. അതിൽ 3 ഫ്രീ സർവീസ് ഉണ്ടാവും. റൈറ്റ് കാര്യം എങ്ങനെയാണ്? റൈറ്റ് വരുന്നത് ഇപ്പോ ആസ്കിങ് 9 lakh ആണ് ചോദിക്കുന്നത്. 9 ലക്ഷം രൂപ. 9 ലക്ഷം കുറച്ച് കൂടുതലല്ലേ? അല്ല, റേറ്റ് നമുക്ക് നോക്കിയിട്ട് ആണ്. 9 ലക്ഷം രൂപ അല്ലേ? അതെ. KL77 വരുന്ന വണ്ടിയാണ്. വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. i20 എങ്ങനെയാണ് ബ്രോ? ഇത് 2018 മോഡലാണ്. 2018 മോഡൽ i20 ആണ്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ് വരുന്നത്. സെക്കൻഡ് ആണ്. എത്ര ഓടിയുണ്ട് വണ്ടി? വണ്ടി ഓടിയത് 57,000 കിലോമീറ്റർ ഓടി. 57,000 കിലോമീറ്റർ ഓടിക്കുന്നത്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റാണ് വണ്ടി. അപ്പൊ നല്ലൊരു i20 ഇതാ. എങ്ങനെയാണ് വില വരുന്നത്? വില വരുന്നത് 5.25 ആണ് ചോദിക്കുന്നത്. 5.25 വരും. 5.25. 5.15 കിട്ടൂലേ? റേറ്റ് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. നെഗോഷ്യബിൾ ആണ് റേറ്റ്. കസ്റ്റമർ സന്തോഷം, നമ്മളെ സന്തോഷം. അതെ. വന്ന് നോക്കിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ ചെയ്ത് കിട്ടും. അപ്പൊ ഇതാണ് വണ്ടി കണ്ടീഷൻ വണ്ടി. അതെ. ബ്രോ എങ്ങനെയാണ് റിച്ച് എങ്ങനെയാണ്? ഇത് 2015 മോഡൽ. 2015 ആണ്. എത്ര ഓടി ഏകദേശം? ഇത് ഒരു 79 ഓടി ഉണ്ടാവും. 79,000 കിലോമീറ്റർ വണ്ടിയാണ്. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ആണ്. സിംഗിൾ ഓണർ ആണ്. അതെ. അത്യാവശ്യം നീറ്റല്ലേ വണ്ടി? അതെ. ഇപ്പോ കസ്റ്റമർ ഉപയോഗിച്ച ഒരു കണ്ടീഷൻ ആയിരിക്കും വണ്ടി ഉണ്ടാവുക. തരുമ്പോ നമ്മൾ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആക്കിയിട്ടായിരിക്കും വണ്ടി തരാം. പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് നീറ്റ് ആക്കും. VXi അല്ലേ? VXi വരുന്നത്. എങ്ങനെയാ റേറ്റ് വരുന്നത്? റേറ്റ് വരുന്നത് 370 ആണ്. റേറ്റ് നമുക്ക് എന്ത് നോക്കിയിട്ട് ചെയ്യാം. 370 ആണ്. അതെ. 370 നമുക്ക് 355 50 കിട്ടൂലേ? എന്തായാലും റേറ്റ് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ വന്ന് ആദ്യം വണ്ടി നോക്കുക. KL 18 വരുന്ന വണ്ടി കേട്ടോ. അതെ, വടകര രജിസ്ട്രേഷൻ. അത്യാവശ്യം നീറ്റ് അല്ലേ വണ്ടി? അതെ. വാഗണർ 2014 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2014 സെക്കൻഡ് ഓണർ 90,000 കിലോമീറ്റർ വണ്ടിയില്ലേ? റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയാണല്ലോ. നല്ല നീറ്റ് വണ്ടിയാ. 4 പുതിയ ടയറും കാര്യങ്ങളൊക്കെയാണ്. ടയേഴ്സൊക്കെ പുതിയതാണ്. നമ്മള് നെറ്റ് ഒരു 290 ഇട്ടേ കൊടുക്കും. 290. പക്ഷെ നെറ്റ് എമൗണ്ട് ആണ്. നെറ്റ് എമൗണ്ട് ലാസ്റ്റ് എമൗണ്ട് ആണ്. 2,90,000 രൂപക്ക്. ഏതായാലും മോഡൽ 2014 VXi. 2014 VXi വാഗണർ കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കേട്ടോ. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ തന്നെ